ഹായ്, നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിസ്മയമായി വിശേഷിപ്പിക്കപ്പെടുന്ന പേട്രിയറ്റ് എന്ന ചിത്രത്തിൻ്റെ വിശദമായ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ഒരു ബിഗ് ബജറ്റ് സ്പൈ ത്രില്ലർ ഒരു ചരിത്ര സംഭവമായിട്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഡാറ്റ പ്രൈവസിയും രാജ്യസുരക്ഷയും പ്രമേയമാക്കിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്പൈ ത്രില്ലറാണ് പേട്രിയറ്റ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഡോക്ടർ ഡാനിയൽ ജെയിംസ് മമ്മൂട്ടിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിദേശത്തെ ഒരു വലിയ ചാര സോഫ്റ്റ്വെയറിൻ്റെ ദുരുപയോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിന് കരുത്തു പകരാൻ പഴയ സുഹൃത്തും റിട്ടയേർഡ് കേണലുമായ റഹീം നായിക് മോഹൻലാലാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അയാൾ എത്തുന്നതോടെ കഥ ആവേശകരമായ തലങ്ങളിലേക്ക് തന്നെ മാറുകയാണ്. വെറുമൊരു ചാര സിനിമ എന്നതിലുപരി സൗഹൃദത്തിനും വൈകാരിക നിമിഷങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മഹേഷ് നാരായണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയെ ആഗോള നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ മഹേഷ് നാരായണൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ടേക്ക് ഓഫ്, മാലിക് എന്നീ ചിത്രങ്ങളിലൂടെ താൻ തെളിയിച്ച കൈയടക്കം ഈ ചിത്രത്തിലും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അനാവശ്യമായ മാസ് മസാലകൾ ഒഴിവാക്കി കാര്യഗൗരവമുള്ള ഒരു വിഷയം റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ രണ്ട് ഇതിഹാസങ്ങളെ സ്ക്രീനിൽ ബാലൻസ് ചെയ്ത് അവതരിപ്പിച്ചത് സംവിധായകൻ്റെ വലിയ ഒരു നേട്ടമായി വേണം കരുതാൻ. അഭിനയത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഡോക്ടർ ഡാനിയൽ ജെയിംസ് ആയിട്ട് മമ്മൂട്ടി പക്വതയാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചത്. മിതത്വമുള്ള സംഭാഷണങ്ങളും തീക്ഷ്ണമായ നോട്ടങ്ങളും കഥാപാത്രത്തിന് കരുത്ത് നൽകുന്നു. കേണൽ റഹീം നായിക്കായി മോഹൻലാൽ നിറഞ്ഞാടി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ശാന്തമായ പെരുമാറ്റവും ആരാധകർക്ക് വലിയ വിരുന്നാണ്. രണ്ടാം പകുതിയിൽ ഇരുവരും ഒന്നിച്ചെത്തുന്ന രംഗങ്ങൾ തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തുകയാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിൽ ഫഹദ് തൻ്റെ പതിവ് ശൈലിയിൽ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. മറ്റു താരങ്ങൾ നോക്കുമ്പോൾ നയൻതാര, കുഞ്ചാക്കോ ബോബൻ, ദർശന രാജേന്ദ്രൻ എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. BGM വളരെ മനോഹരമാണ്. ഓരോ സ്പൈസ് സീക്വൻസിലും ആകാംക്ഷ നിറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗാനങ്ങളെക്കാൾ ചിത്രത്തിൻ്റെ മൂഡിന് അനുയോജ്യമായ BGM ആണ് ഈ ചിത്രത്തിലെ ഹൈലൈറ്റ്. മനുഷ് നന്ദൻ്റെ ദൃശ്യങ്ങൾ സിനിമയ്ക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരമാണ് നൽകുന്നത്. ശ്രീലങ്കൻ ഷെഡ്യൂളിലെ ആക്ഷൻ രംഗങ്ങളും ഹെലികോപ്റ്റർ ചേസിങ്ങുകളും അതിമനോഹരമായാണ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. കളർ ഗ്രേഡിങ്ങും വിഷ്വൽസും ചിത്രത്തിൻ്റെ ഗൗരവം ചോർന്നു പോകാതെ തന്നെ കാത്തു സൂക്ഷിച്ചു എന്ന് വേണം പറയാൻ. ആൻഡോ ജോസഫും KG അനിൽകുമാറും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നാണ്. ഓരോ ഫ്രെയിമിലും ആ വലിയ നിർമ്മാണ മൂല്യം പ്രകടമാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ടെക്നിക്കൽ ക്വാളിറ്റി നിലനിർത്താനായിട്ട് നിർമ്മാതാക്കൾക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. മലയാള സിനിമയുടെ സാങ്കേതിക മികവും താരമൂല്യവും വിളിച്ചോതുന്ന ചിത്രമാണ് പേട്രിയറ്റ്. വെറുമൊരു ഫാൻ ബോയ് മൂവി എന്നതിലുപരി ചിന്തിപ്പിക്കുന്ന ഒരു പ്രമേയം ഗംഭീരമായി അവതരിപ്പിച്ചതിന് ഈ ചിത്രം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒന്നാണെന്ന് ഞാൻ പറയും. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 4/5 ആണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം സമകാലിക ഇന്ത്യയിലെ ഡിജിറ്റൽ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ സ്പൈ ത്രില്ലറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഡോക്ടർ ഡാനിയൽ ജെയിംസ് പെഗാസസിനോട് സാമ്യമുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ദുരുപയോഗം കണ്ടെത്തുകയാണ്. രാജ്യം നേരിടാൻ പോകുന്ന ഭീമമായ ഡിജിറ്റൽ നിരീക്ഷണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഡാനിയലിനെ ഭരണകൂടം വേട്ടയാടുകയും അദ്ദേഹം ലണ്ടനിലേക്ക് പലായനം ചെയ്യുകയാണ്. അവിടെ വിമതൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ വഴി സത്യങ്ങൾ വിളിച്ചു പറയുന്ന അദ്ദേഹത്തെ സഹായിക്കാൻ കേണൽ റഹീം നായിക് മോഹൻലാൽ എത്തുന്നതോടെ കഥ ആവേശകരമാകുകയാണ്. സിനിമയുടെ നട്ടെല്ല് മമ്മൂട്ടിയാണ്. പ്രായത്തിനൊത്ത പക്വതയുള്ള എന്നാൽ നിശ്ചയദാർഢ്യമുള്ള ഡോക്ടർ ഡാനിയലിനെ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. രണ്ടാം പകുതിയിലെത്തുന്ന മോഹൻലാൽ സ്ക്രീനിൽ പകരുന്ന ഊർജം ചെറുതല്ല.
അദ്ദേഹം അവതരിപ്പിച്ച ആക്ഷൻ രംഗങ്ങൾ, പ്രത്യേകിച്ച് ലിഫ്റ്റിലെ ഫൈറ്റിംഗ് ഒക്കെ ആരാധകർക്ക് വലിയൊരു വിരുന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വില്ലൻ സ്വഭാവമുള്ള ശക്തിസുന്ദരം എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിൽ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. കുഞ്ചാക്കോ ബോബനും നയൻതാരയും രേവതിയും ദർശന രാജേന്ദ്രനുമൊക്കെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്കിലും നയൻതാരയുടെ വേഷം ഒരു ക്യാമിയോയിൽ ഒതുങ്ങിപ്പോയത് ചെറിയ നിരാശ നൽകിയിട്ടുണ്ട്. മഹേഷ് നാരായണൻ സ്റ്റാർഡത്തിന് പിന്നാലെ പോകാതെ കഥയ്ക്ക് പ്രാധാന്യം നൽകി എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. ആൻഡോ ജോസഫും KG അനിൽകുമാറും ചേർന്ന് ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായാണ് സുഹൃത്തുക്കളെ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള 3000 തിയേറ്ററുകളിലധികമാണ് ഈ ചിത്രം ആദ്യ ദിനം തന്നെ പ്രദർശിപ്പിച്ചത്. സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഓരോ ഘട്ടത്തിലും പിരിമുറുക്കം നിലനിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. മനുഷ് നന്ദിൻ്റെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. സിനിമയ്ക്ക് ഒരു അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറിൻ്റെ ലുക്ക് നൽകുന്നുണ്ട്. ഈ പാട്രിയറ്റ് എന്ന ചിത്രം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ 2 നടന്മാർ സ്ക്രീനിൽ ഒന്നിച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കാണുക എന്നത് ഏതൊരു മലയാളി പ്രേക്ഷകൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ പാട്രിയറ്റ് വെറുമൊരു ഫാൻ സർവീസ് സിനിമയല്ല. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന ഗൗരവമായ വിഷയത്തെയാണ് സംവിധായകൻ മഹേഷ് നാരായണൻ ഈ സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ ഫോണുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ വിവരങ്ങൾ ഭരണകൂടം എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു? ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്ന മമ്മൂട്ടി കഥാപാത്രം ഇതിനെതിരെ പോരാടുമ്പോൾ ആ പോരാട്ടത്തിന് കരുത്തു പകരാനായിട്ടാണ് കേണൽ റഹീം നായിക് എന്ന മോഹൻലാൽ കഥാപാത്രം എത്തുന്നത്. സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ ഗംഭീരമാണ്. മോഹൻലാലിലെ ലിഫ്റ്റിലെ ആക്ഷൻ സീനും മമ്മൂട്ടിയുടെ വിമാനത്തിലുള്ളിലെ സംഘടനവും എടുത്തു പറയേണ്ടവയാണ്. സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം നമ്മെ സിനിമയുടെ ഉള്ളിലേക്ക് വലിച്ചിടുകയാണ്. ഫഹദ് ഫാസിൽ തൻ്റെ വില്ലൻ വേഷത്തിലൂടെ വീണ്ടും നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചു. തിയേറ്ററുകളിൽ നിന്ന് വരുന്നത് സമ്മിശ്രവും എന്നാൽ പോസിറ്റീവുമായ പ്രതികരണങ്ങളാണ്. സിനിമയുടെ ദൈർഘ്യം ഏകദേശം 3 മണിക്കൂറാണ്. ചിലർക്കത് ലാഗായി തോന്നിയിട്ടുണ്ടെങ്കിലും നല്ലൊരു രാഷ്ട്രീയം പറയുന്ന ഗൗരവമുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വിരുന്നാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച സീനുകൾക്ക് തിയേറ്ററിൽ ലഭിക്കുന്ന കയ്യടി തന്നെ സിനിമയുടെ വിജയത്തിന് സാക്ഷ്യമാണ്. ചുരുക്കത്തിൽ പാട്രിയറ്റ് ഒരു സിനിമ എന്നതിലുപരി നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ജനാധിപത്യത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണ നൽകുന്ന ഈ ചിത്രം തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ ചിലർ ഈ സിനിമ കണ്ടു കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഥവാ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.